ഈ യൂട്യൂബേഴ്സിൻ്റെ ഒരു ശാപമാണ് ഏപ്രിൽ മാസം. എല്ലാ വർഷവും കറക്റ്റ് ഏപ്രിൽ മാസം ആകുമ്പോൾ ഒരു യൂട്യൂബറിനും കണ്ടന്റ് ഉണ്ടാവില്ല. എന്ത് ചെയ്യാൻ എപ്പോഴത്തെയും പോലെ ഇൻസ്റ്റാഗ്രാം മോഡുകളെ നോക്കിക്കുക. അങ്ങനെ ഞാൻ ഇൻസ്റ്റാഗ്രാം എടുത്ത് നോക്കിയപ്പോഴാണ് ആ 100 സത്യം ഞാൻ മനസ്സിലാക്കുന്നത്. ഇൻസ്റ്റാഗ്രാം ഈസ് ഫുൾ ഓഫ് ബംഗാളി ഇൻഫ്ലുവൻസസ്. നിങ്ങൾക്ക് പാരലൽ യൂണിവേഴ്സ് തിയറിയിൽ വിശ്വാസം ഉണ്ടോ ഗൈസ്? തമരേനി സുരേനി ആൻഡ് മിമിറോ മുകേഷിന ഈസ് ദ 2 എക്സാമ്പിൾസ് ഓഫ് മൾട്ടിവേഴ്സ് ഇസ് റിയൽ. ഇൻസ്റ്റാഗ്രാം എടുത്ത് നോക്കിയാൽ ഓരോരുത്തർ ഓരോ യൂണിവേഴ്സിൽ പെട്ട് കിടക്കും. ഫോർ എക്സാമ്പിൾ മൂവി റിവ്യൂസ് യൂണിവേഴ്സ്, അവിടെ അവർ ഒരു പണി എടുക്കാണ്ട് സിനിമയും കണ്ട് സന്തോഷമായി ജീവിക്കുന്നു. പിന്നെ വെളിച്ചെണ്ണ യൂണിവേഴ്സ്, അവിടെ ഗേൾസ് മുഖത്ത് വെളിച്ചെണ്ണ തേച്ച് റീൽസ് എടുക്കും. ആൻഡ് ദ ബെസ്റ്റ് പാർട്ട് അബൌട്ട് ദിസ് യൂണിവേഴ്സ് ഈസ് അവരുടെ ട്രൈപോഡിന് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. അവരെപ്പോഴും കുഞ്ഞു നിന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത്. സോ സാഡ്. ആൻഡ് അടുത്ത എന്റെ പേഴ്സണൽ ഫേവറേറ്റ് യൂണിവേഴ്സ് ആണ് ബ്രെയിൻ റോട്ട് യൂണിവേഴ്സ്. അവിടുത്തെ ആളുകൾക്ക് ലോജിക്, ഫിസിക്സ്, ബ്രെയിൻ, ഹ്യൂമർ ഇതൊന്നും ഉണ്ടായില്ല. ഇവല്യൂഷൻ സംഭവിക്കുമ്പോൾ തന്നെ ഇവരുടെ ബ്രെയിൻ കോട്ടരമ തന്നു. ആൻഡ് ഇതിന്റെയൊക്കെ റീസെന്റ് ഉണ്ടായ ഒരു പുതിയൊരു യൂണിവേഴ്സ് ആണ് ബംഗാളി യൂണിവേഴ്സ്. ദേ സ്റ്റാർട്ടഡ് മലയാളം വ്ലോഗിംഗ്. ഹലോ ഗൈസ്, എല്ലാ ആൾക്കാർക്കും സ്വാഗതം. അവർ കേരളത്തിലുള്ള ചിക്സിനെ കറക്കി എടുത്ത് ഒളിച്ചോടുന്നു. അവർ കേരളത്തിലുള്ള ഫേമസ് ഇൻഫ്ലുവൻസേഴ്സിനെ റോസ്റ്റ് ചെയ്യുന്നു. മച്ചാനെ ഇതെന്താണെന്നറിയോ? ഇതാണ് ചെമ്പരട്ടി. ആസാം കൃഷിയാണ്. കൃഷി കേരളത്തിലുണ്ടോ? എന്താ മച്ചാനെ, അത് ആസാമി കൃഷിയാണ്? എനിക്കറിയത്തില്ല. നീ ആസാമിൽ പോയാ? ബംഗാളി ഇൻഫ്ലുവൻസേഴ്സിന്റെ ഡിമാൻഡ് കൂടി അവരുടെ വീഡിയോസ് ഒടുക്കത്തെ റീച്ച്. മീഡിയ ചാനൽസ് അവരിന് ഇന്റർവ്യൂ എടുക്കാൻ ക്യൂ നിന്നു. ദിസ് വീഡിയോ ഇസ് എ ഡോക്യുമെന്ററി ഓഫ് ബംഗാളി ഇൻഫ്ലുവൻസേഴ്സ് കലാപ 2025. എടാ മോനെ, ബോസടി ബായ് ബോലോ ക്യാ ചാഹിയേ? കേരളത്തിലെ ലേഡീസ് അല്ല അറിയോ? ലേഡീസ് അല്ലേ നീക്ക് കല്യാണി. എന്താ ഈ കൊച്ചു ഫുണ്ട പറയുന്നത്? കല്യാണി എന്ന് പറഞ്ഞ കൊച്ചിനെ കേരളത്തിൽ നിന്ന് അവിടെ സെറ്റാക്കി എടുത്തതാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ തൂങ്ങിച്ചാവും. ഈ മലയാള ഭാഷയ്ക്ക് നടക്കുന്ന പീഡനത്തിനെതിരെ ശബ്ദമുയർത്താൻ കേരളത്തിൽ ആരുമില്ലേ എന്ന് കേരളം ഫുള്ളും വിങ്ങി നിൽക്കുമ്പോഴാണ് അവൻ വന്നത്. അവന്റെ കണ്ണിൽ സൂര്യ തേജസ്, അവന്റെ കയ്യിലുള്ളത് B62 ദിവ്യാസ്ത്രം. അവന്റെ കുഞ്ചാമണി ചെറുതാണെങ്കിലും അവന്റെ കൂട് വെച്ച് തഴമ്പിച്ച ചുണ്ടുകൾ വലുതായിരുന്നു. ഇൻട്രൊഡ്യൂസിംഗ് ബാബു ബായ്. നീക്ക് കല്യാണി. എടാ പന്നി, നീ എന്നടാ പറയാനാ പൂര മര്യാദക്ക് പറ, ആൾക്കാരെങ്കിലും മനസ്സിലാവോ? നീ എന്നടാ പറഞ്ഞ എനിക്ക് മനസ്സിലില്ല, പിന്നെ എന്നടാ വേറെ ആൾക്കാർ മനസ്സിലാവോ? പോടാ പന്നി, പോടാ പൂരേ, പോടാ. ഉഫ്, അണ്ണാക്കിലടി +999999 ഫാനാക്കി കളഞ്ഞല്ലോ ബാബുബായ്. ബാബുബായുടെ പ്രൊഫൈൽ ഒന്ന് നോക്കാൻ കഴിയും. *I.M *close ബാബു ഫ്രം ആസാം നെങ്കോളാൻ I.M സ്മാൾ റോസ്റ്റർ. പ്ലീസ് ഹെൽപ്പ് മീ മൈ ഫ്രണ്ട് ബ്രദർ. മൈ ടാർഗറ്റ് 10K followers. Please help me. I love you. Gulabi dil. B yo babo. Aestheticന്റെ പെർഫെക്റ്റ് എക്സാമ്പിൾ ആൻഡ് ഡെഫിനേഷൻ ആണ് ഈ പേജ് എന്ന് ഞാൻ പറയും. എടി നിനക്ക് എത്ര എണ്ണം വേണോ? ഇപ്പൊ 5 ഇനി വേണോ? എടി നീ ഇങ്ങനെ കൺട്രോൾ ചെയ്യണ ഈ 5-6 പേരെ. ബാബുണ്ണ എന്താ ഇത്? ആറാട്ടനാവരുത് കേട്ടോ. റാണിയപ്പം പറയുന്നത് വനിതാ തിയേറ്ററിൽ ഫാൻസി ഡ്രസ്സാണ്. അപ്പൊ നിങ്ങൾ കാണിക്കുന്ന എന്താണ്? ബിക്കിനി, ഫോട്ടോഷൂട്ട്, ഇതൊന്നും ഫാൻസി ഡ്രസ് അല്ലേ? ബ്രോസ് നൈറ്റ് ടൈം ക്രംസ് ആർ വൈൽഡ് ദിസ് ഡേയ്സ്. എന്നെ ഇതിനൊക്കെ വൈൽഡാണ്, അത് വേറെ കാര്യം. ഹായ് മച്ചന്മാരെ, ഇതെവിടെന്നറിയോ? ആലുവ റെയിൽവേ സ്റ്റേഷൻ. ഇവിടുന്ന് നേരെ ആസാമിലേക്ക് പോകണം. ഒറ്റയ്ക്കല്ല, ആസാമിന്റെ കൂട്ടുകാരുണ്ട്. ഇവർ കേരളത്തിൽ വന്ന് പണി ചെയ്യണമെന്ന് എനിക്ക് പ്രശ്നമില്ല. പക്ഷെ പണി ചെയ്ത് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ കേരളത്തിൽ ഓരോ ചിക്കനെയും കൊണ്ടാണ് ഇവർ പോകുന്നത്. യെസ്, ദിസ് ഈസ് ദ റിയൽ പ്രോബ്ലം ഗൈസ്. ഇവന് കേരളത്തിൽ ഒരു പെണ്ണ് സെറ്റ് ആവുന്ന പറയുന്നത് എത്ര ഹാർഡായിട്ടുള്ള കാര്യമാണെന്ന് പറയും. പെണ്ണ് സെറ്റ് ആവാതെ തന്നെ ഹാർഡാണ്. അപ്പോഴാണ് ഓരോ ബംഗാളികൾ വന്നിട്ട് ഓരോ പെണ്ണുങ്ങളെ വിളിച്ചുകൊണ്ട് പോകുന്നത്. ഇറ്റ്സ് റിയലി ഹാർഡ് ടു സീ. നാളെ ചിലപ്പോൾ ജാതം ഒന്ന് കേരളത്തിൽ നിന്ന് ഒരു പെണ്ണ് സെറ്റാക്കി ഇടും. അപ്പോൾ എനിക്ക് പെണ്ണ് സെറ്റ് ആവില്ല. സോറി ഗൈസ്, ഞാൻ കുറച്ച് പേഴ്സണലായി. ഇനി സംസാരിക്കുകയാണെങ്കിൽ എനിക്ക് കത്തിയത്തെ ബീജം വേണം. 2025 മാത്രം 200 പെണ്ണുങ്ങളാണ് കേരളത്തിൽ നിന്ന് ബംഗാളികളുടെ കൂടെ ഒളിച്ചോടിയത്. ആൻഡ് എൻ്റെ ബാക്കിൽ നിൽക്കുന്നത് 90s കിഡ്സ് വെർജിൻ ബോയ്സ്. ഇപ്പോഴും കല്യാണം ആലോചിച്ചുകൊണ്ടിരിക്കുക. അടുത്ത 5 കൊല്ലത്തിനുള്ളിൽ പകുതി പേര് മടിയാവും. സൊസൈറ്റി ഇവര് ഗേ എന്ന് മുദ്രകുത്തി പകുതി പേര് ഗേയിനെ പോലെ അഭിനയിക്കാനും തുടങ്ങി. ബംഗാളികൾ കഴിഞ്ഞ 3 കൊല്ലത്ത് 12,57,403 വീടുകൾ വിറ്റു. കേരളത്തിലെ സൈറ്റ് പണിക്കാരുടെ തൊഴിൽ നഷ്ടപ്പെടുത്തി. ഇപ്പതാ കേരളത്തിലെ പെണ്ണുങ്ങളെ അടിച്ചുകൊണ്ട് പോയി റീലും പോസ്റ്റ് വിട്ട് നമ്മളെ വിറപ്പിക്കുന്നു. ബംഗാളികൾ മെഡിക്കൽ ഷോപ്പിൽ പോയി ഒരു സ്ട്രോബെറി ഫ്ലേവറുള്ള കോണ്ടം വാങ്ങുമ്പോൾ ഇവിടെ നിൽക്കുന്ന ഓരോ 90s കിഡ്സ് ഇപ്പോഴും സ്ട്രോബെറി ഫ്ലേവറുള്ള സിപ്പപ്പം കുടിച്ച് നടക്കുക. ബംഗാളികൾ കേരളത്തിൽ നിന്ന് പെണ്ണ് കെട്ടണ്ടെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. പക്ഷെ അത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത് ഞങ്ങളെ വിഷമിപ്പിക്കണ്ട. കേരളത്തിൽ മോമി ട്രീറ്റ്മെന്റ് കിട്ടാണ്ട് ഒരു ദിവസം 500 പേരാണ് കേൾക്കൊണ്ടിരിക്കുന്നത്. ഒരു ദിവസം. എടാ ബോസ്, ഇതാണ് മലമ്പുഴ ഡ്രം. അറിയോ? എല്ലാ ആളും കേറി വാ, കാണാ.
മലമ്പുഴ ഡ്രമ്മല്ല, മലമ്പുഴ ബക്കറ്റ്. ഇവർക്കൊക്കെ മലയാളം പറയാനുള്ള പെർമിഷൻ ആരാ കൊടുത്തു സാറേ? ഹലോ ഗൈസ്, എല്ലാ ആൾക്കാർക്ക് സ്വാഗതം. ഇന്ന് രാവിലെ എണീച്ചിട്ട് രാവിലെ എണീക്കാതിരുന്നൂടെ? കണ്ടിമങ്കപ്പായത്തിൽ നിന്നെ ഞാൻ കണ്ടിപ്പോൾ മാപ്പഴമാകട്ടിനി. ഇവരെ എനിക്ക് പേടിയില്ല ഗൈസ്, ഇവര് പാട്ടും പാടി അങ്ങനെ പോകത്തുള്ളൂ. പക്ഷെ ഈ പാട്ട് കുറച്ച് വൈറലായി കഴിഞ്ഞു പറഞ്ഞാൽ ഇവരിന് ഇന്റർവ്യൂ എടുക്കാൻ കുറെ കിറുക്കന്മാര് വരും. ദാറ്റ് ഈസ് പെയിൻഫുൾ. ദുബായും കേരളമായിട്ടൊക്കെയാണ് കമ്പയർ ചെയ്യുന്നത്. നമ്മുടെ ആരാട്ടോ. അപ്പൊ ഗൈസ് ഇന്നത്തേക്ക് ഇത്രയും മതി. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിരുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇന്നത്തെ ലൈക്ക് ടാർഗറ്റ് 25K നിങ്ങൾ അച്ചീവ് ചെയ്തതിന് ഓരോരുത്തരുടെ വീട്ടിൽ വന്ന് ഞാൻ ബ്ലോ ജോബ് തരാം. രാത്രി എല്ലാവരും അടുക്കള വാതിൽ തുറന്നു വെച്ചാൽ മതി ഗൈസ്. പിന്നെ എൻ്റെ ഗെയിമിംഗ് ചാനലിൽ കുറേ ദിവസമായിട്ട് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തില്ല, അതിനെ കുറച്ച് ബിസി ആയിരുന്നു. പക്ഷേ ഇനിയിപ്പോൾ വെക്കേഷനൊക്കെ ആയതുകൊണ്ട് അവിടെയും അപ്ലോഡ് ചെയ്യാമെന്നൊരു ചെറിയ പ്ലാൻ ഉണ്ട്. സോ ഇനി അടുത്ത വീഡിയോ ഗെയിമിംഗ് ചാനലിലായിരിക്കും വരിക. സോ അതുപോയി സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും. അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു കിടിലൻ വീഡിയോയിൽ കാണാം. ടാറ്റാ ബൈ ബൈ.